വേസ്റ്റ് സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് ഇത്രയും വിലക്ക് എന്തോ നിങ്ങൾ ആവശ്യമില്ലാത്ത പരിപാടി ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇവര് പ്ലം കേക്ക് മറന്നുപോയി ഉണ്ടാക്കാൻ. ഇത് പ്ലം കേക്ക് അല്ല. ഹേ ഗൈസ്, ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ സുഹൃത്തുക്കളെ. അപ്പൊ എന്താണ് പരിപാടി? ന്യൂ ഇയർ ആയിട്ട് സ്കൂളൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുക അല്ലേ? അപ്പം ബൈ നമ്മൾ ഇന്നൊരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്. നമ്മളെ എന്താണ് പറയുന്നത്, നമ്മുടെ ക്രിസ്മസ് ആയിട്ട് മെയിൻ താരം എന്ന് പറയുന്നത് എന്താണ്? പ്ലം കേക്ക് ആണ്. അപ്പൊ ഇതിപ്പോ ഒരു വർഷമൊക്കെ എന്ത് പെട്ടെന്നല്ലേ പോയ. ഇന്നലെ പെറ്റാണൊക്കെ ഇരിക്കുന്ന ഈ ചെറുക്കൻ. ഒരു കൊല്ലം പോയ പോക്കേ. ഇന്നലെ പെട്ടെന്നൊക്കെ മൃദയുടെ ഡ്രസ്സ് കണ്ടു. ക്രിസ്മസ് ആ ഒരു വൈബ് ഡ്രസ് എന്ന് പറയുന്നത് മൃദയുടെയാണ് കേട്ടോ. എന്റെ അമ്പൂട്ടന്റെ എന്റെ ഒരു ബ്ലൂ ആണ്. പച്ച അല്ലെങ്കിൽ റെഡ് ആവണമായിരുന്നു. ഇതെന്തോന്ന് ഇത്? മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. ഞാൻ കാറിൽ ഇരുന്ന് കെട്ടാം. അതെ, അപ്പൊ സമയമില്ല. അപ്പം ബൈ ദ വേ നമ്മളെ ചലഞ്ച് അല്ലെങ്കിൽ എന്താന്ന് പറയാം, നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. പ്ലം കേക്കാണ് മെയിൻ. പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷം? ഒരാഘോഷമില്ല. അപ്പം ബെസ്റ്റ് പ്ലം കേക്ക് ഏതാണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കഴിച്ച് വാങ്ങിച്ചിട്ട് പ്രൈസും എല്ലാം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ഹണ്ടിങ് ബിരിയാണി ചെയ്തിട്ടുണ്ട്. നമ്മള് ബർഗർ ഹണ്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പം ബർഗർ ഹണ്ടിങ് ഇതിലായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. വൈദ്യമായി ബെസ്റ്റ് ബർഗർ നമ്മൾ ഏതാണെന്ന് ട്രിവാൻഡ്രത്ത് കണ്ടുപിടിക്കാൻ പോവാണ്. ഉടനെ വരുന്നതാണ്. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഹണ്ടിങ് ചാലഞ്ച് നമ്മൾ കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അത് കണക്കത്തെ നമ്മുടെ പ്ലം കേക്ക് ഹണ്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ഈ വർഷത്തെ ബെസ്റ്റ് പ്ലം കേക്ക് ഏത് ബ്രാൻഡിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. നോ പ്രൊമോഷൻസ്. അതെ, ഒരു പ്രൊമോഷൻസും ഇല്ല. നല്ലത് ഏതാന്ന് പറയാ, പ്രൈസിനൊത്ത ഏതാന്ന് പറയാ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോയി പ്ലം കേക്ക് പോവാം. നിങ്ങളെല്ലാരും ഡ്രസ് അടിപൊളി കേട്ടോ. ദിസ് ഈസ് മൈ സെലക്ഷൻ. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മേക്കപ്പ് ഇച്ചിരി കൂടി പോയി കാണാം. അത് ഇച്ചിരി കഴിയുമ്പോ പൊക്കോളൂ അല്ലേ? സമയം കിട്ടിയപ്പോ ഞാൻ ഇച്ചിരി അങ്ങ് ആർമാദിച്ചങ്ങ് ഇച്ചിരി നല്ലോണം കണ്ണിന്റെയൊക്കെ മോള് എന്തോന്ന് മേക്കപ്പ് കുറച്ച് കുറഞ്ഞു പോയതേ ഉള്ളു ചേട്ടാ. സ്പെഷ്യൽ അല്ലേ? അപ്പൊ ക്രിസ്മസിന് ഇച്ചിരി തിളങ്ങാലോ അല്ലേ അമ്പോ? നിങ്ങളുടെ തൊപ്പി എന്തിയെ? നമ്മൾ അവന് ക്രിസ്മസിന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു. പക്ഷെ തൊപ്പി മാത്രം ചേച്ചി വെച്ചില്ല. തൊപ്പി അപ്പൂപ്പ നിങ്ങളുടെ പല്ലൊക്കെ ഉടനെ വരൂ. അപ്പൂപ്പന്റെ പല്ലൊക്കെ വരും. അപ്പൊ കണ്ടുപിടിക്കാം ബെസ്റ്റ് പ്ലം കേക്ക് ഏതാണെന്ന്. ലെറ്റ്സ് ഗോ, പോവാ. ഗൈസ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാ ടോപ്പ് ബ്രാൻഡിന്റെയും സാധനം എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പം എനിക്കിപ്പോ അറിയാവുന്ന എലൈറ്റ് ഒക്കെ നല്ല എലൈറ്റ് ആണ് പ്ലം കേക്കിൽ എനിക്കിപ്പോ അറിയാവുന്ന. ഞാൻ എലൈറ്റിനെ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ബ്രാൻഡിന്റെ പേരെടുത്ത് പറയുമ്പോൾ ആൾക്ക് ചോദിക്കും പ്രൊമോഷൻ ആണ്. അതല്ല, നമ്മള് എല്ലാം നോക്കും. പക്ഷെ നമുക്ക് ടോപ്പ് ബ്രാൻഡ് നോക്കണം, അല്ലാണ്ട് നമുക്ക് അറിയാത്ത കുറച്ച് ബ്രാൻഡ്സ്. ഇനി നമ്മള് ഇവരൊക്കെ ടോപ്പ് ബ്രാൻഡായിട്ട് നിൽക്കുന്ന അത്രയും പരസ്യങ്ങളെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ എത്രയായാലും എലൈറ്റ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് അങ്ങനെ ഓരോ ബ്രാൻഡ് നമ്മളെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പൊ ചിലപ്പോൾ പരസ്യം ചെയ്യാത്ത അടിപൊളി ടേസ്റ്റ് ഉള്ള വേറെ ഐറ്റംസ് കാണും. അപ്പൊ നമുക്കതെല്ലാം താഴ്ന്ന ഏറ്റവും മുകളിൽ വരെയുള്ള മാക്സിമം നമുക്ക് കുറെ ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് കാര്യമില്ല. കാശ് എല്ലാവരും തിന്നിട്ട് നമുക്ക് മത്തായി പോകും. ഏറ്റവും കുറച്ച് 500 ഗ്രാമിൽ താഴെ കിട്ടൂ. നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യണമല്ലോ. എന്തായാലും പ്ലം കേക്കിന് പണ്ടൊന്നും എന്റെ അറിവിൽ പ്ലം കേക്കിന് അത്രയും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം പ്ലം കേക്ക് ഭയങ്കര വിലയാണ്. 1000-1500 വരെ പ്ലം കേക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്ലം കേക്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് അറിയാനായിട്ട്. അപ്പൊ നേരെ നമുക്ക് ഷോപ്പിൽ പോവാ, സാധനങ്ങൾ പറക്കെടുക്കുക. അറിയാവുന്നതും പിന്നെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്ലം കേക്ക് എടുക്കുക. ഒരു മാക്സിമം ഒരു 5-6 എണ്ണം നോക്കാം. നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അവൈലബിലിറ്റി അനുസരിച്ച് നോക്കാം. ഈ പ്ലം കേക്കിന് തന്നെ ഇപ്പൊ ഒരു സെക്ഷൻ കാണും. ഒരു കാര്യം കേട്ടാ, ക്രിസ്മസിന് പ്ലം കേക്ക് മാത്രമല്ല, കൂടെ വൈനും ടേസ്റ്റ് ചെയ്യണമെന്നാണ്. കാരണം അതാണ് മെയിൻ. പ്ലം കേക്കും വൈൻ എന്താ വൈൻ ഷോപ്പിംഗ് മോളിലൊക്കെ കിട്ടുന്ന വൈന് നോ ആൽക്കഹോളിക് വൈൻ. നോ ആൽക്കഹോളിക് വൈൻ വാങ്ങിക്കണതില്ല. അതാണ് സത്യത്തിൽ ഒറിജിനൽ വൈൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഉള്ള വൈനാണ് ഒറിജിനൽ വൈൻ എന്ന് പറയണത്, വീര്യമുള്ള വൈൻ. ഒരു ഉപ്പി വൈനും വാങ്ങിക്കുന്നത് ഇറക്കണ്ടേ? ശരി. ഞാൻ പണ്ട് കുടിച്ചിട്ടുണ്ട്. ബി എഡിന് പഠിക്കുമ്പോ എന്റെ കൂട്ടുകാരികള് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഓഹോ,
ഓക്കെ ഓക്കെ ശരി. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പ് നമ്മൾ അലങ്കരിച്ച് വെച്ചേക്കുന്നത് നോക്ക് ഗൈസ്. വാ, ഈ സെക്ഷൻ ഫുള്ള് മൊത്തം ക്രിസ്മസിന്റെ സാധനം. അടിപൊളി. ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഉണ്ട്. നമ്മള് ഈ വട്ടം ട്രീ ഒന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ. നമ്മള് ഈ എന്തോ ഒരു ഐറ്റമാ കിട്ടില്ല കേട്ടോ. ഡ്രസ്സുണ്ട് ക്രിസ്മസിന്റെ. ആ ഡ്രസ്സും ഉണ്ട്. നമുക്ക് ആദ്യം പ്ലം കേക്ക് എടുക്കാം ഗൈസ്. ക്രിസ്മസിന് ഡ്രസ്സുകൾ. അമ്പ ഫുൾ ഹാപ്പി മൂഡ്. നമ്മൾ കോക്കനട്ട് ട്രീ ഒക്കെ കിട്ടിയിരിക്കുക. ഫൈനലി പ്ലം കേക്കിന്റെ സെക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇത് ലുലുവിന്റെ സ്പെഷ്യൽ പ്ലം കേക്ക് കൊണ്ട് കേട്ടോ. ഇതൊക്കെ ലുലു കമ്പനിയുടെ കേട്ടോ. ഫുള്ള് ഇപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം ഏതൊക്കെ എടുക്കണമെന്ന്. ഇത് കൂടുതൽ ലുലുവിന്റെ ആണല്ലോ, അവരെ തന്നെ പ്രോഡക്റ്റ് വെച്ചേക്കുക. റോയൽ പ്ലം കേക്ക് ബ്രിട്ടാനിയ ഉണ്ട് കേട്ടോ. ബ്രിട്ടാനിയ എടുക്കാം. ബ്രിട്ടാനിയ എടുത്തോ. ഇത് പറഞ്ഞോ എടുക്കാം റോയൽ. ഇതൊക്കെ ഏത് ബ്രാൻഡെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഓക്കെ എലൈറ്റിന്റെ താണ്ടെ. എലൈറ്റിന്റെ ഒരെണ്ണം എടുത്താൽ മതി. ഏതെങ്കിലും അവരുടെ പ്രീമിയം നോക്കി ഏതെങ്കിലും ഒരെണ്ണം എടുക്കും. ഈ ഇരിക്കുന്ന ലുലുവിൻ്റെത്, ഈ ഇരിക്കുന്ന എലൈറ്റിൻ്റെത് രണ്ടും എടുക്കുന്നുണ്ട്. നാലെണ്ണം ഇപ്പൊ തന്നെ. ഇനി ഒരു രണ്ടെണ്ണം കൂടെ പോരെ? അതെ അതെ നോക്കാം. ലുലു മാളിലുള്ള എല്ലാ ബ്രാൻഡ്സും നമ്മൾ പ്ലം കേക്ക് എടുത്തിട്ടുണ്ട്. 9 ബ്രാൻഡിന്റെ 9 പ്രോഡക്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാം എടുത്തു, എല്ലാ ബ്രാൻഡും എടുത്തു. സോ നോക്കാം ഏതാണ് ബെസ്റ്റ് എന്ന്. അതെ അതെ ഇനി നിരപ്പുമല്ലേ ഗൈസ്. പ്ലം കേക്ക് കൊണ്ട് നമ്മുടെ ഡിക്കി നിറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ. നമ്മൾ 10 എണ്ണം തികച്ചും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് പ്രൈസും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ തരാം. ലെറ്റ്സ് ഗോ. ഇല്ലേ പൂട്ടാ, ലെറ്റ്സ് ഗോ. Jingle bells, jingle bells, jingles on the way. ആഞ്ജനേയ സ്വാമി. ടിങ്കിൾ ബെൽസോ? Jingle bells. ആ ആ ഇതിലെ ടിങ്കിൾ ടിങ്കിൾ തൊപ്പി ഊരിക്കളഞ്ഞു. ആ പാട്ട് കേട്ട് അവനെ ശല്യം വന്ന്. തൊപ്പിടാ, ഞാൻ തൊപ്പിട്ടോണ്ടിരിക്കുന്നുണ്ടില്ലേ കണ്ടോ. ഞാൻ 100 വട്ടം ഇട്ട് കൊടുക്കും, അവൻ വീണ്ടും വീണ്ടും ഊരും. നമുക്ക് ഡബിൾ ഡാൻസ് ആക്കാം. പൊക്കം പേടിയാ, പൊക്കം പേടിയാ. പേടിച്ചിട്ടുണ്ടടാ. ഇതിന്റെ മുകളിൽ കയറത്തില്ല, അതുവരെ പേടിയാ. നമ്മുടെ പ്ലം കേക്കും സാരകമുള്ള ജാമക ഗംഗപ വസ്തുക്കളും ആയിട്ട് നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 10 പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ടോ? വൈനും വാങ്ങിച്ചോ. ഷോപ്പിങ്ങിന് പോയി അവരുള്ള തോളത്തിടുന്ന ഉറക്കമായിരുന്നു. ഇനി നമുക്ക് കൂടുതൽ സംസാരം ഒന്നുമില്ല, ഓരോന്നായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ദ ബെസ്റ്റ് പ്ലം കേക്ക് ഏതാണെന്ന് നമ്മളിന്ന് 2025 നമ്മളിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഓരോ വർഷം കഴിയുമ്പോഴും വില കൂടുന്നതിനനുസരിച്ച് പ്ലം കേക്കിന്റെ വിലയും കുത്തനെ ഉയർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ചെറിയ പോർഷൻ പ്ലം കേക്കിന് വരെ 200 to 300 രൂപയാണ് ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് 70 രൂപയ്ക്കും 80 രൂപയ്ക്കും പ്ലം കേക്ക് കിട്ടിയിരുന്നു. സത്യം. പ്രതിഷേധം അറിയിച്ചുകൊള്ളുന്നു. ഫസ്റ്റ് പ്ലം കേക്ക് ലുലുവിന്റെ പ്ലം കേക്ക്. ഇതൊക്കെ വാങ്ങിയ ലുലുന്നല്ലേ? അതെ അതെ. അവരുടെ തന്നെ ടേസ്റ്റ്. എല്ലാത്തിനും നമ്മൾ ക്വാണ്ടിറ്റിയും വിലയും ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ ഓരോന്നിനും മാർക്ക് ഇടുന്നതാണ് സുഹൃത്തുക്കളെ. തൊപ്പി എന്റെ പെണ്ണുമ്പോൾ എനിക്ക് പുതിയ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നു. മറ്റേത് ഒരു മുടി പല സ്റ്റൈലിൽ നമുക്ക് ഓരോന്ന് വിയർ ചെയ്യാം. ഈ സ്റ്റൈൽ എങ്ങനെയുണ്ട്? കൊള്ളത്തില്ലെന്നല്ലേ പറഞ്ഞത്? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും ക്രിസ്മസ് ഡിസൈൻ. മനസ്സിലായി. അപ്പൊ നമുക്ക് ഇന്ന് അമ്പൂരിന്റെ ഒക്കെ ലക്ക് നോക്ക്. പണ്ടൊക്കെ നമ്മൾ ഒരു പ്ലം കേക്ക് കട്ട് ചെയ്ത് ഇന്ന് 10 പ്ലം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കട്ട് ചെയ്യുമ്പോൾ 280 രൂപയാണ് സുഹൃത്തുക്കളെ പ്ലം കേക്കിന്. 500 ഗ്രാം, 1/2 കിലോയുടെ ഇതാണ്. ആസ് യൂഷ്വൽ മൈദ, ഷുഗർ, എഗ്, റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ, ബട്ടർ എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും ഉണ്ട്. ഇതൊക്കെ ആര് കഴിച്ചു? ഇത് മൊത്തം കഴിച്ചു തീർക്കല്ലോ. നമ്മൾ ടേസ്റ്റ് ചെയ്തല്ലോ, അല്ലെങ്കിൽ നമ്മൾ മൊത്തം കഴിക്കൂല. ഓക്കെ, റിച്ച് പ്ലം കേക്ക് എന്നാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. റിച്ച് പ്ലം കേക്ക്. ഈ പ്ലം കേക്ക് പ്ലമ്മിൽ നിന്നല്ലേ ഉണ്ടാക്കുന്നത്? അതെനിക്ക് അറിയത്തില്ല. അതെന്താ പിന്നെ ഇനി പ്ലം കേക്ക് എന്ന് പേരുന്നത്? അവരുടെ ഇൻഗ്രീഡിയൻസിൽ ഇതിനകത്ത് പ്ലം കേക്കേ ഇല്ല, പ്ലം സാധനം ഇല്ല. അപ്പൊ ഇതിന് ആരാണ് നമ്മൾ യഥാർത്ഥത്തിൽ പ്ലം വെച്ചുണ്ടാക്കിയ പ്ലം കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്? നമുക്ക് അത് ടേസ്റ്റ് ചെയ്യണം. പിന്നെ എന്തുകൊണ്ട് ഇതിനെ പ്ലം കേക്ക് എന്ന് പേരെടുത്തു ഇല്ലേ?
ഇതിൽ ഒരു തുള്ളി പ്ലം ഇല്ല, ഇതിൽ മൊത്തം മൈദയോ അത്രേ ഉള്ളൂ. ഇത് ബേക്ക് ചെയ്യുമ്പോ പ്ലം ആയിട്ട് വരും. ആ ഒരു കളറും പിന്നെ ആ ഒരു ഇതും ആയിരിക്കണം, മേ ബി എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും ലുലു 280 നമുക്ക് ലുലു റിച്ച് പ്ലം കേക്ക്. യെസ്, ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കവറിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഐറ്റം. പൊട്ടിക്കാം. പാക്കിംഗ് കുഴപ്പമില്ലല്ലോ. പാക്കിംഗ് കൊള്ളാം, നൈസ് ആണ്. അതിനകത്ത് വെറുതെ പാക്ക് ചെയ്തേക്കല്ലോ, അതിന്റെ അകത്തൊരു കവർ. 3 അണ്ടിപ്പരിപ്പ്. ആ ഒരു ഇതിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോടാ, ഇതിന്റെ ഉണ്ടല്ലോ നമ്മളാ ഈ കേക്കും ഈ വൈനൊക്കെ കൊറേ നാളിങ്ങനെ വെച്ചിട്ട് ഈ പഴകുന്ന ഒരു സ്മെല്ല്. നമുക്ക് പഴകിയ കേക്കൊന്നും സീരിയസ് ആയിട്ട് മനസ്സിലായ ഒരു പഴമയുടെ ഒരു, അയ്യോ അതെന്തൊരു വാക്കല്ലേ പറയുന്നത്, വീര്യം. അത് തന്നെ. അയ്യോ നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു വെച്ചാന്ന് തോന്നുന്നു. കൊള്ളാം കേട്ടോ സാധനം. ആദ്യത്തെ സാധനം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നു. ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ് ആൻഡ് മേരി ന്യൂ ഇയർ. ഹലോ, അഡ്വാൻസ് ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വിഷ് യു മേരി ക്രിസ്മസ്. ഫസ്റ്റ് നമ്മുടെ പുത്രന് ആദ്യത്തെ ന്യൂ ഇയർ അവൻ ആഘോഷിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ക്രിസ്മസ്, മേരി ക്രിസ്മസ്. ഈ ചെറുക്ക് എപ്പോ ഞാൻ കേക്ക് കൊടുത്താലേ എന്നെ അവൻ വെറും ശശിയാക്കുവേ. അവന് സത്യം അതവന് ഇഷ്ടമല്ലാത്ത ഫുഡാണ്, കൈ വെച്ച വടിച്ചൊള്ളിടും. അങ്ങനെ നല്ല ശീലമല്ല കേട്ടോ. ഇച്ചിരി വലുതാകുമ്പോ മൊത്തം ആക്കി എന്റെ നിക്കറും പടന്ന് 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 എണ്ണ പൊട്ടനാ പൊട്ടനാ. തിന്ന് 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 തിന്ന്. ഓക്കെ ഗൈസ്, ടേസ്റ്റ് ചെയ്യാമേ. ജസ്റ്റ് ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. കൊള്ളാം. നല്ല മധുരമുണ്ട്. അല്ല, മധുരം ഓവർ മധുരമൊന്നുമില്ല, കറക്റ്റ് മധുരം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി മറ്റൊന്ന് കഴിച്ചു നോക്കുമ്പോഴേ നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റും. ലുലുവിന്റെ പ്ലം കേക്ക് മോശമല്ല, ഐ ലൈക്ക്. പക്ഷെ ഞാൻ പറയാലോ, ഇതില് പഴകുന്ന എന്തോന്നും ചേർത്തിട്ടുണ്ട്, ചെറിയൊരു ഗ്യാസ്. ആ ഒരു പഴകുന്നതിന് നമുക്ക് ഈ ബ്രാൻഡി അതൊന്നും ഒഴിക്കത്തില്ലല്ലോ. ഇല്ല, ആൽക്കഹോൾ ഫ്രീ ആണെന്ന് തോന്നുന്നു. ആൽക്കഹോൾ, പക്ഷെ ഇതിലെന്തോ ഉണ്ട്, ഇതിലെന്തോ ഒരു ചേർത്തിട്ടുണ്ട് ഇല്ലേട്ടോ. ചെറിയൊരു മണവും ഇല്ല അതിന്റെ. അതാ ഞാൻ പറഞ്ഞു, തുറന്നപ്പോഴൊരു ആ ഒരു വീര്യത്തിന്റെ ഒരു സ്മെല്ല്. എനിക്ക് കറക്റ്റ് വേട് പറഞ്ഞ കൊള്ളാം. പിന്നെ 280 രൂപ മാറ്റുള്ളതുകൂടി കഴിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ബൈ ദ ബൈ, 10 നമ്മൾ ഇതിനൊരു എത്ര മാർക്ക് കൊടുക്കണം? ഇതിലൊരു 1/2 കിലോ 250 രൂപ. 280. പാക്കിംഗ് ഒക്കെ നൈസ് ആയിരുന്നു. 10-ഒരു 7 കൊടുക്കാം. തുടക്കമല്ലേ. പക്ഷെ ഇതിലെന്തോ അടങ്ങിയിട്ടുണ്ട്. ചീത്തനല്ല, ഈ പഴകും തോറും കുറച്ച് നാളുകൂടി ഇരിക്കാൻ വേണ്ടിട്ട് ഒരു സാധനം ചേർക്കുമല്ലോ, അത് ചേർത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്ലം കേക്കിന്റെ രാജാവ്. ഇത്രയും വലിയ പ്രൊമോഷൻ ഒന്നും വേണ്ട. കുറെ കേട്ടുമ്പോഴേക്ക് പരസ്യങ്ങളൊക്കെ കണ്ട നമ്മുടെ എലൈറ്റിന്റെ ഇതിന്റെ തന്നെ 800 രൂപയുടെയൊക്കെ സംതിങ് വലുതുണ്ട്. പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, അതുകൊണ്ട് നമ്മൾ അവരുടെ തന്നെ ഏറ്റവും കുറഞ്ഞ കൂടുതലുള്ളത് ഇവരുടെ ബോക്സിന്റെ ഒക്കെ ഏതാണ്ട് 700 രൂപ 800 രൂപ ഭയങ്കര വിലയുള്ളതുണ്ട്. അപ്പൊ അതിന്റെ തന്നെ പ്രീമിയം ആണ്. ബട്ട് ഇത് ചെറിയ ബോക്സ്. അതെല്ലാം എത്ര ഗ്രാം അറിയോ? 330 ഗ്രാമിന് 170 രൂപ. എടാ, അപ്പൊ ലുലുവിന്റെ ആണ് വില കൂടുതൽ അല്ലേ? നമ്മൾ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എലൈറ്റിന് 170 രൂപയേ ഉള്ളൂ. അത് 1/2 കിലോ, ഇത് 330. എന്നാലും 170ന്റെ വ്യത്യാസം. ഓക്കെ, പൊട്ടിക്കാം. ഇതിലെന്തോ വിൻ ഫ്രീ സോളാർ പൗഡറോ, ഇതിനകത്ത് എന്താ അവർ ഓഫർ എന്തോ റൺ ചെയ്യുന്നുണ്ട്. വേറെന്തോ നമ്മള് കഴിക്കാൻ പോകുന്ന എലൈറ്റിന്റെ പ്രീമിയം പ്ലം സർപ്രൈസ് കേക്ക് ആണ്. സർപ്രൈസ് ആവും, നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്തോ ഇൻഗ്രീഡിയൻസ് കണ്ടാ, എന്റെ ഒരു ലോഡ് ഇൻഗ്രീഡിയൻസ്. അലർജൻ ഡിക്ലറേഷൻ എഴുതിയേക്കുന്ന വീറ്റ്, എഗ്, മിൽക്ക്, അതൊക്കെ എല്ലാത്തിലും എഴുതുന്നതാ. പിന്നെ ഇതില് പ്ലമ്മിന്റെ പടം കൊടുത്തിട്ടുണ്ട്. പടമേ ഉള്ളടി, ഇൻഗ്രീഡിയൻസിലല്ലേ കാണുമായിരിക്കും, മേ ബി, അറിയത്തില്ല. ക്യൂട്ട് ബോക്സ്, നല്ല രസമുണ്ട്. ബോക്സ് പ്ലേറ്റ്, ഗിവ് മീ പ്ലേറ്റ്. Here it is. ഇതിനകത്ത് അതിനെക്കാട്ടി അണ്ടിപ്പരിപ്പുണ്ട്.
ഉണ്ടല്ലേ? എന്തോ ലുലുമാളി എന്തോ ഒരു അണ്ടിപ്പരിപ്പ് ഒരു 2-3 വെച്ചുകൂടെ ഇതുണ്ടോ ഇവര് 1 2 3 4 5 6 അണ്ടിപ്പരിപ്പ് വെച്ച് എണ്ണം വെച്ചിട്ടുണ്ട്. അത് 330 ഗ്രാമില്. അതാ. ഇത് ഈ സൈഡ് കീറുവന്നല്ലേ ഈ പേപ്പർ. വിഷ് യു എ മേരി ക്രിസ്മസ്, വിഷ് യു എ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്. ബ്രാൻഡ് മോനെ. ഞാൻ കഴിച്ചോട്ടെ. ഞാൻ മേരി എന്നുള്ള ലെയർ കഴിക്കാം കേട്ടോ, എന്നാലേ ടേസ്റ്റ് വരത്തുള്ളൂ. ഓക്കെ മോനെ, ബ്രാൻഡാ. ചുമ്മാ അല്ല അവരിപ്പോഴും ആ ഒരു ഫീൽഡ് ഔട്ട് ആവാതെ നിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നമ്മള് ലുലുവിന് ഇപ്പൊ ഞാൻ വേണമെങ്കിൽ 7 കുറയ്ക്കും കേട്ടോ. നമുക്ക് ആദ്യം ആയതുകൊണ്ട് വേറെ ഒന്നിന്റെ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുത്തത്. 10 out of 10. പിന്നെ 170 രൂപയുള്ള അഫോർഡബിൾ ആണ്. അത്യാവശ്യം കേക്ക് ഒരു ഫാമിലി ആയിട്ടിരുന്ന് കട്ട് ചെയ്ത് എൻജോയ് ചെയ്യാൻ ഈ കേക്ക് തന്നെ ധാരാളം. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. മേരി ക്രിസ്മസ്. സൂപ്പർ സാധനം, ഒന്നും പറയല്ല, ഒരു കുറവുമില്ല. 10 കാരണം പ്രൈസും അഫോർഡബിൾ ആണ്. പാക്കിങ്ങും ഇൻഗ്രീഡിയൻസും എല്ലാം ഗുഡ് ആണ്. ഓൾ ഗുഡ്. 10 out of 10. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു പടി മുമ്പിട്ട് നിൽക്കുന്നത് അടുത്ത സാധനം പറട്ടെ. വൈൻ പൊട്ടിയില്ലേ? അയ്യോ, വൈൻ പൊട്ടിച്ചില്ല. നമ്മളൊരു വൈൻ വാങ്ങിച്ചത് കൊള്ളാമോ എന്തോ. സ്പെയിൻ്റെ ഒരു വൈനാണ്, മെയ്ഡ് ഇൻ സ്പെയിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന് കൊറേ ഒരാൾ വന്നിട്ട് നിറച്ച് കൊറേ കേക്കും കൊറേ വൈൻ. അവരെന്തോ ഭയങ്കര പാർട്ടി എന്തോ കണ്ടു. പൊട്ടിക്കട്ടെ. വൈൻ പൊട്ടിക്കും. സാധാരണ വൈൻ്റെ ഇവിടെ ഒരു അടപ്പാണ് ഇങ്ങനെ. ഇതിനകത്ത് സൗണ്ട് ഒന്നും കാണത്തില്ല. ഏയ്, ഒരു സൗണ്ടും ഇല്ല. ഇത് 100% നോ ആൽക്കഹോൾ വൈന്. ഇങ്ങനെ. ഓ സോറി കേട്ടോ, ഞാൻ പ്രൊഫഷണൽ അടിക്കാരി. ഇടി അങ്ങനെ അത്രയൊന്നും കുടിക്കരുത്. ശകലം, എനിക്ക് കുറച്ച് മതി കേട്ടോ. എന്നാ പിന്നെ ചെറിയ ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ പോരായിരുന്നു? കുറച്ച് മതി കേട്ടോ. എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ കുടിക്കണ്ട. എനിക്ക് മധുരം ഭയങ്കര വേണ്ട. ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാലും മതി. അവിടെ അവര് പുറത്തല്ലേ വെച്ചിരുന്നേ? സത്യത്തിൽ അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും. അത് ചുമ്മാ സിറപ്പ് ഒഴിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. ഇല്ല, ഇതൊക്കെ മധുരം ഇട്ട് ചുമ്മാ ഉണ്ടാക്കുന്നതായിരിക്കും. ഒറിജിനൽ വൈൻ കുടിക്കണമെങ്കിൽ നമ്മുടെ മാളിലൊന്നും കിട്ടത്തില്ല ഗൈസ്. അത് ചിലരൊക്കെ ഇങ്ങനെ വർഷങ്ങളോളം 12 വർഷം 15 വർഷം ഒക്കെ വെച്ചേക്കൂലേ. കുടിച്ചോക്കാം. ഞാൻ പറയട്ടെ, ജ്യൂസ് എന്തൊരു ജ്യൂസാന്ന് അറിയത്? ഒരു റെഡ് കളർ ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസിന്റെ ഇത് കറക്റ്റ് ഇത് അല്ലാതെ പാക്കറ്റിൽ കിട്ടും. ഞാൻ മറന്നു അതിന്റെ പേര്. ഇത് അത് തന്നെ അല്ലേ? വൈൻ എന്നല്ല, ഇത് ജ്യൂസ്. വൈനൊരു വീര്യമൊക്കെ വേണ്ടേ? അതിന് ആൽക്കഹോൾ വരൂടാ. ഇത് ആൽക്കഹോൾ ഫ്രീ അല്ലേ? പിന്നെ ജ്യൂസ് എന്ന് പറഞ്ഞ പോലെ ജ്യൂസ് വാങ്ങിച്ചു പോരെ. നമുക്കിനി മൂന്നാമത്തെ പ്ലം കേക്ക്. നമ്മളെ മാറ്റർ വൈൻ അല്ല, പ്ലം കേക്ക് ആണ്. ഇത് അമ്പൂട്ടം നശിപ്പിച്ച പ്ലം കേക്ക് കേട്ടോ. ഒരു റൗണ്ട് ഉരുട്ടി. അതാണ് അതിന്റെ ഇവിടെ ഒക്കെ പൊട്ടിയിരിക്കുന്നത്. ബ്രിട്ടാനിയ പ്ലം ബിസ്ക്കറ്റ് കച്ചവടമൊക്കെ നിർത്തിയിട്ട് നിങ്ങള് ഈ പരിപാടി തുടങ്ങിയാടേ. നിങ്ങൾക്ക് കൊള്ളാല്ലേ? ബ്രിട്ടാനിയയുടെ പ്ലം കേക്ക്. അവരെ പാക്കറ്റ് ലോഗോ ഒക്കെ നല്ല വെണ്ടൊക്കെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് പറഞ്ഞു. എല്ലാവരുടെയും പാക്കിങ് രസം കേട്ടോ. ഇത് ഭയങ്കര ഡാർക്ക് കളർ. അണ്ടിപ്പരിപ്പ് ബ്രിട്ടാനിയ. ഇതിന്റെ എത്ര ഗ്രാമം നോക്കിയില്ല, നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല. 300 ഗ്രാമേ ഉള്ളൂ. പക്ഷെ പാക്കറ്റ് വലുതാ. അങ്ങനെ മറ്റേ എലൈറ്റ് അങ്ങനെ ആയിരുന്നില്ല. അത് 330 ഉണ്ടായിരുന്നു. ഇത് 240 രൂപ. വില കൂടുതലാട്ടോ. അത് 330 170 ഉള്ളായിരുന്നേ. നമ്മള് വാങ്ങിച്ചതിൽ ഏറ്റവും പ്രൈസ് കൂടിയ പ്ലം കേക്ക് ആണ് ബ്രിട്ടാനിയ. അത് 300 ഗ്രാമേ ഉള്ളൂ, 240 രൂപ. ലുലുമാളിന്റെ 1/2 കിലോയുടെ പ്ലം കേക്കിന് 280 ഉള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലം കേക്ക് ആണ്. മൃദുല തന്നെ. അതുകൊണ്ട് നമുക്ക് റിച്ച് പരിപാടി ഇല്ല. നിങ്ങളല്ലേ കലോറി എത്ര? കലോറി ഇതെല്ലാം തിന്നിട്ട് മേല് ഓടണം പോയിക്കണം. ഈ വട്ടം നല്ല കേറ്റി മേളിലോട്ട് കട്ട് ചെയ്യാം. ഹാപ്പി മേരി ക്രിസ്മസ്. പാടാൻ അറിയത്തില്ല, ഞാൻ കഴിവില്ല. എന്തോ ചെയ്യാനാ? എനിക്ക് കഴിവുണ്ട് പക്ഷേ ശ്രദ്ധയില്ല. ഹാപ്പി ന്യൂ ഇയർ. സെന്ററിൽ നിന്ന് കട്ട് ചെയ്യണം.
3 കൊടുക്കും 10. ഏട്ടനും ഞാൻ 3 തന്നെ എനിക്ക് താല്പര്യമില്ല, നീ പറഞ്ഞോണ്ട്. കേക്ക് ആയതുകൊണ്ട് ആപ്പോളിന്റെ സ്വന്തം കമ്പനിയായ അമലാസ് പ്ലം കേക്ക്. വെറുതെ വിവാദം ഉണ്ടാക്കൂ നീ. പറഞ്ഞോ, അമലാസ് പ്ലം കേക്ക്. ഇതില് പ്ലമ്മിന്റെ പടം കൊടുത്തിട്ടുണ്ട്. പ്ലം കേക്ക് പ്ലം ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ആയിരിക്കണം. തന്റെ മുറിച്ചൊക്കെ വെച്ചേക്കുന്നു. തേങ്ങ പ്ലം ഒന്നുമില്ല. 300 ഗ്രാം 140 രൂപ. പടത്തി മാത്രമേ ഉള്ളൂ പ്ലം കേട്ടോ, 300 ഗ്രാം 140 രൂപ. ആ ചീപ്പാണ്. അമലയുടെ അത് വളരെ ചീപ്പായിട്ടുള്ള. എടാ അമല പ്രോഡക്ട്സ് അമലാസ് നമ്മൾ കഴിച്ചാൽ ഏറ്റവും ചീപ്പായിട്ടുള്ളല്ലേ. അതെ അതെ. 300 ഗ്രാമിന് 150 രൂപയ്ക്ക് കിട്ടത്തില്ലല്ലോ. ചീപ്പ് ആവുന്നതോറും എലൈറ്റ് 170 ആയിരുന്നു, ഇത് 140 ഉള്ളൂ. പാക്കറ്റ് നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. വാടാ മോനെ, അണ്ടിപ്പരിപ്പില്ല. ഇതില് 2 പാക്കിംഗ് ഇല്ല. സാധാരണ ഒരു പേപ്പറിലൂടെ പാക്കിംഗ് വരത്തില്ല, ഇതിനകത്തില്ല. ഇതങ്ങനില്ല. അവർക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. വെറുതെ ആയിപ്പോയി. ക്രിസ്മസിന് മുമ്പ് അടിച്ചിറക്കണമായിരുന്നു. നല്ല ആൾക്കാർ വാങ്ങത്തുള്ളൂ. മതി മതി, ഒരുപാട് പൊട്ടിക്കണ്ട. പ്ലേറ്റ് വേണ്ടല്ലോ, അടിയിൽ പ്ലാസ്റ്റിക്. സെന്റർ സെന്റർ. ടേസ്റ്റ് വൈസ് നമ്മൾ കഴിച്ചതിന്റെ അത്ര പോരാ. അതല്ല, നടുക്ക് ഈ ഒരു കളർ നമ്മൾ ഇതിന് മാത്രമേ കണ്ടുള്ളൂ ഇതുവരെ. ബാക്കി എല്ലാം നല്ല കളറാണ്. ഇൻഗ്രീഡിയൻസ് കുറവാ, അതുകൊണ്ടാണ് കേക്കിന്റെ മൈദ മാത്രം കൂടുതലാ. ഇച്ചിരി ചെറിയ കോളേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇതും 10-3. പ്രൈസ് ഡ്രോപ്പ് ആയതുകൊണ്ട് 13. പ്രൈസ് കുറവായതുകൊണ്ട് 140 ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, വാങ്ങി കഴിക്കാം. 10-3 ഗൈസ്. നീ കുടിച്ചു തീർന്ന അടിയാനിടയ്ക്ക് ഞാൻ ഇങ്ങനെ സിപ്പടിച്ച് വെയിറ്റ് ചെയ്യുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. നെക്സ്റ്റ് വൺ, അടിപൊളി ബേക്ക് മിൽ. ഒരു രസമുണ്ട് പാക്കിംഗ് ആണ്. കുറെ കളർഫുൾ. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഈ ബ്രാൻഡ് കാണുന്നത്. എന്തൊരു ബേക്ക് മിൽ. എന്റെ മനസ്സ് പറയുന്നത് ഇത് പൊളിക്ക്. അത് ഗ്രാം പറ, വില കുറവായി. 330 ഗ്രാം 120 രൂപ. 120 രൂപ ഇവിടെ ഭയങ്കര ചീപ്പ്. 120 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്ലം കേക്ക് കിട്ടും സുഹൃത്തുക്കളെ. പക്ഷെ പ്ലം കേക്ക് സുപ്രീം പ്ലം കേക്ക് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഒരുപാട് ബ്രാൻഡ് ഞാൻ കണ്ടില്ല അവിടെ അല്ലേ. കളർഫുൾ. എനിക്കിത് കാണുമ്പോൾ മുട്ടായി പാക്കറ്റ് ഒക്കെ ഓർമ്മ വരുന്നത്. നല്ല പാക്കിംഗ്, കളർഫുൾ പാക്കിംഗ്. പൊക്കമില്ല കേട്ടോ അധികം. കട്ട് ചെയ്ത് വിരള് കട്ട് ചെയ്ത് തരുമോ പ്ലമ്മിനകത്ത്. മുറിഞ്ഞ് ചെറിയൊരു ചോര കാണുന്നത് നല്ലതാ. പൊളി സാധനം, അടിപൊളി സാധനം. കറക്റ്റ് മധുരം, കറക്റ്റ് ടേസ്റ്റ്. 10 ഗൈസ്, എലൈറ്റിനെ കാട്ടി കൊള്ളാം സത്യം. എലൈറ്റ് ഈ സാധനം വാങ്ങണേ. ഭയങ്കര ഒരു നാച്ചുറൽ ഫീല്, മൈൽഡ് ടേസ്റ്റ്, ഭയങ്കര സോഫ്റ്റ്, കറക്റ്റ് മധുരം. നമ്മള് പ്ലം കേക്ക് കഴിച്ചപ്പോ എല്ലാം ഭയങ്കര ഹാർഡായിരുന്നു, ഭയങ്കര സോഫ്റ്റ്. ഇതിന്റെ അകത്ത് കുറെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, റൈസിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പൊള്ളേ. ഏത് ബ്രാൻഡ് അറിയത്തില്ല, ആദ്യമായിട്ട് കഴിക്കുന്നേ. ബ്ലാക്ക് മെയിലോ ബേക്ക് മിൽ. 10 out of 10 ഗൈസ്. പ്രൈസ് വെച്ചും ടേസ്റ്റ് വെച്ചും പൊളി സാധനം, ഒന്നും പറയല്ല. എനിക്ക് ഇനിയും തിന്നാൻ തോന്നുന്നു. നീ കഴിക്കണ്ട, ബാക്കി കഴിക്കണ്ട. ഞാൻ ഓരോന്ന് കഴിക്കും, ഓരോ സിപ്പടി ഇങ്ങനെയാണ് കഴിക്കാൻ. പക്ഷെ ഇത് വിലയും ഭയങ്കര അഫോർഡബിൾ. 330 ഗ്രാം ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ പറയാം, 120 രൂപ ഉള്ളൂ. ഇത് ഓഫറും കാണും, 120 ആയിരിക്കൂല. അടിപൊളി സാധനം. ഞാൻ കൈ നോക്കുമ്പോ എനിക്ക് വിഷമം വരുന്നു. പിന്നെ പിച്ചാത്തി എടുത്ത് കീറി തന്നിട്ട് പിന്നെ വിഷമം വരുന്നു പറഞ്ഞു വല്ല കാര്യമുണ്ടോ? ഇനി ഏട്ടൻ ആറാമത് യൂണിബിക്കിന്റെ ട്രൈ ചെയ്യാം. നിങ്ങൾക്കും ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാ പോരെ. യൂണിബിക്ക് ബിസ്ക്കറ്റ് അല്ലേ? ബിസ്ക്കറ്റാ. ഇതൊരു ലൈസ് പാക്കറ്റ് പോലെ പാക്കറ്റ് കവർ 120 രൂപയാണ്. 140 ഗ്രാമേ ഉള്ളൂ. ഇവരൊക്കെ ഭയങ്കര ബ്രാൻഡായ, എന്റെ മനസ്സ് പറയുന്നത് സൂപ്പർ ആയിരിക്കും. അവര് നല്ല ബ്രാൻഡാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തോന്നത് പരിപ്പോടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന. ഇപ്പൊ നോക്കിയാ യൂണിബിക്ക് കളറും ഇല്ല കേട്ടോ. ഒന്ന് കാണിച്ചേ. പ്ലം കേക്കിന്റെ ആ ഒരു ബ്രൗൺ കളർ ഇല്ല. പെയിന്റ് അടിക്കാൻ മറന്നിട്ടായിരിക്കും. അടുത്തോട്ടം പറയാം നമുക്ക്. അത് എടുക്കണ്ട. ഞാൻ പറഞ്ഞ ബർഗർ കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാം, അത് ഇച്ചിരിയേ ഉള്ളത്. കേക്ക് കട്ടിയല്ലേ കഴിക്കണ്ടേ? ആ കടി നമുക്ക് എങ്ങനെ തിന്നാം. ഞാൻ തന്നേക്കോ, എനിക്ക് വെറുതെ തന്നേക്കുവാ. ഓവർ മധുരം. നമ്മളിപ്പോ ഫണ്ടിന് പറയുന്നതാണ് ഇത്. ഇങ്ങനെ ഒരു ഇതിനെ നമ്മൾ ടേസ്റ്റ് വെച്ച് ഇങ്ങനെ പറയുക. വെറും 7ാമത്തെ ഏഷ്യൻ സയൻസ് റോയൽ പ്ലം കേക്ക്. ഓക്കെ, 500 ഗ്രാം ഉണ്ട്. 1/2 കിലോ.
വില നോക്കട്ടെ. 210 രൂപ. ആ ലുലുവിനെക്കാട്ടിയും റേറ്റ് കുറവാ. അതുകൊണ്ടാണ് ഞാൻ കൈയൊക്കെ മാറ്റി ദൂരെ വെച്ചോട്ടോ. പെണ്ണ് പിച്ചാതെ ഇരിക്കുന്ന പേടിയാണ്. ഭയങ്കര വലിയ പിച്ചാത്തി. ബോട്ട് അവിടെ നിന്ന് വണ്ടി ഉരുട്ടുക ഗൈസ്. പാവം. വിളിക്കല്ലേ, പേര് പറയല്ലേ. മുതുക്ക് സാധനം. മുതുക്ക് സാധനം 1/2 കിലോ ഉണ്ട്. അതിലെ വീതി നോക്കി. അണ്ടിപ്പരിപ്പില്ല. ഒരെണ്ണം കഴിച്ചാൽ പെട്ടെന്ന് പൊടിയുന്നു കേട്ടോ. കട്ട് ചെയ്യുമ്പോഴേ പൊടിയുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊടി അതിന് യോജിക്കൂ. എല്ലാത്തിനും കുറ്റം പറയാൻ നിൽക്കുവാங்க. കേക്ക് പാവപ്പെട്ട ഒരു കേക്ക് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്തു തരാം. നമ്മള് കാശ് കൊടുത്തു പിന്നെ റിവ്യൂ പറയണ്ടേ. ആ അത് വിട്. ഡേ ഈ പടത്തിൽ 100 അണ്ടിപ്പരിപ്പുണ്ട്. എവിടെയാടാ അതിന്റെ കാട്ടി? ഒരു എത്ര അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്? ഓ 10-15 അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്. അത് ശരിയാ, അതൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. കൊള്ളാം, സോഫ്റ്റ് ആണ്. കടിച്ചു നോക്ക്. പ്ലം കേക്ക് ആയിട്ടുണ്ട്. പിന്നെ പ്ലം കേക്ക് അല്ലേ എന്ന് വെച്ചാൽ സോഫ്റ്റ് ആണ്. ടോപ്പ് നോച്ച് അല്ല, എന്നാ ഒട്ടും മോശമല്ല, ഒരു ആവറേജ് സാധനം അല്ലേ? കുറവാ, വില കുറവാ. 1/2 കിലോക്ക് 210 രൂപ. അപ്പൊ നമുക്ക് ലുലുവിന്റെ കൊടുത്തതിനെക്കാട്ടി ഒരു പോയിന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലേ? 8 കൊടുക്കേണ്ടി വരും, കാരണം വില കുറവാ. അടുത്തൊരു കുട്ടി പാക്കറ്റ്, ക്യൂട്ട് പാക്കറ്റ്. നമ്മളൊരു കേരള തനിമ ഉയർത്തുന്ന പച്ച ബോട്ടിൽ അല്ല, പച്ച പാക്കറ്റ്. അറബിയിലൊക്കെ എഴുതുന്നു ഫിയാറ. ഓ ഇതപ്പം അങ്ങ് ഓ സോറി ഫിറ എന്ത് കറക്റ്റ് പറ. ഫിറ പ്ലം ഫെസ്റ്റിവൽ കേക്ക്. ഇതിലും പടത്തിൽ ഒരുപാട് അണ്ടിപ്പരിപ്പ് കാണിക്കുന്നുണ്ട്. ഗ്ലോബലി ഉള്ള പ്രോഡക്റ്റ് ആണ്. അറബ് എഴുതിയിട്ടുണ്ട് അല്ലേ? യാ ഹലബിസിനെ ബിർബേനോസ് ഹബീബി ഹബർലച്ച ജിബർലക. അറബിക് അറിയാൻ തോന്നുന്നുണ്ട്. ഓക്കേ ബൈ. കദം എത്ര ഗ്രാം, എത്ര വില? 350 ഗ്രാം ഉണ്ട്, 230 രൂപ. അയ്യോ, ദാറ്റ്സ് സോ കോസ്റ്റ്ലി ഗായ്സ്. നമ്മൾ വാങ്ങിച്ചതിൽ അടുത്ത എക്സ്പെൻസീവ് ഐറ്റം ആണിത്. എനിക്കെന്തോ എക്സ്പെൻസീവ് ഐറ്റം അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പാക്കിംഗ് അടിപൊളി. പ്ലേറ്റ് എടുക്കണോ? വേണ്ടല്ലോ, വേണ്ട. അടിയിലുണ്ട് ഡബിൾ പാക്കിംഗ്. ഓരോ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്. ഓരോ അണ്ടിപ്പരിപ്പ് അത് ഞാൻ ചൂന്നിഞ്ഞ് തിന്നുക. എത്ര അണ്ടിപ്പരിപ്പ് വെച്ചേക്കുന്നേ? ഓ അതിൽ 100 അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്. എല്ലാരും ഒരേ സ്ട്രാറ്റജി ചെയ്യാം. ഓക്കെ, നടുക്ക്. ഇങ്ങനുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്തൊക്കെയോ ആഡ് ചെയ്ത പോലെ. ഇങ്ങനത്തെ ഉണ്ടെന്നല്ല, ഈ പ്രൈസിനില്ല. 350 ഗ്രാമിന് 230 രൂപ. നമ്മൾ ഇതിൽ നിന്നും കുറഞ്ഞ കഴിച്ചു. ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഭയങ്കര നീതി പുലർത്തുന്ന ഒരാളാണ്. ഞാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് തോനെ മാർക്ക് കൊടുത്തത് നിങ്ങൾ നാളെ പോയി ഇത് വാങ്ങിച്ചു കഴിക്കുമ്പോൾ ലാസ്റ്റ് എന്നെ നിങ്ങൾ തെറി വിളിക്കരുത്. കുഴപ്പമില്ല, കൊള്ളാം. ഒരു ഏട്ടൻ പറഞ്ഞ ഒരു 5 കൊടുക്കാം. 4 ഓക്കെ. പ്രൈസ് കൂടുതലാണ്, ആ പ്രൈസിനുള്ള സാധനം ഇല്ല. അത്രേ ഉള്ളൂ, അതുകൊണ്ട് മാത്രമേ. ഇപ്പോഴും നമ്മൾ കഴിച്ചത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ മറ്റേ ബേക്ക് മില്ലാണ് കേട്ടോ. ബേക്ക് മില്ല് എലൈറ്റ്. അതിലാരെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ ബേക്ക് മില്ലിനെ എലൈറ്റ് മാറി. അടിപൊളി സാധനമാണ്. നമ്മൾ പറഞ്ഞ പോലെ അൺറേറ്റഡ് സാധനം ഉണ്ട്. നമ്മുടെ ലക്ഷ്യം അതായിരുന്നു. അങ്ങനെ ടോപ്പ് ബ്രാൻഡ് വാല്യൂ ഇല്ലാത്ത അടിപൊളി കേക്കുകളുണ്ട്. അടുത്തത് പറഞ്ഞേ, അതിഥി പ്ലം കേക്ക്, സൂപ്പർ പ്ലം കേക്ക്. അതിഥി മാർവൽ പ്ലം കേക്ക്. മാർവൽ ആണോ? കളർഫുൾ കവർ. എത്ര രൂപ? റേറ്റ് നോക്കില്ല അല്ലെ? റേറ്റ് നോക്കില്ല. 130 രൂപ, 330 ഗ്രാം. കുഴപ്പമില്ല, 130 വില. നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്തതിൽ 120 ഏറ്റവും റേറ്റ് കുറവ്. ബേക്ക് മില്ലിന്റെ പാക്കിംഗ് കൊള്ളാം. കുറേ പ്ലം കേക്കിന് ഈ പാക്കിംഗ്. ഞാൻ വിചാരിച്ച ഈ ചലഞ്ച് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേ മാതിരി എങ്ങനെ കണ്ടുപിടിക്കുന്നു? അറിയാം. ഒരു നോർമൽ അടിപൊളി പ്ലം കേക്ക്. ഒരു കൈലി ഉടുത്ത് ജംഗ്ഷനിൽ കൂടി നടക്കുന്ന ഒരു സാധാരണ പ്ലം കേക്ക്. അതെങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. അല്ല, അങ്ങനത്തെ ഒരു നാടൻ വൈബുള്ള ഒരു പ്ലം കേക്ക്. ഞാൻ എന്താ തേങ്ങയാണ് ഈ പറയുന്നത്? അല്ല, പ്ലം കേക്ക് ടേസ്റ്റ് ആണ്. നല്ലൊരു പ്ലം കേക്ക്. പ്ലം ആണ്, കേക്കാണ്. പ്ലം കേക്കാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞ എന്റെ റേറ്റ് ഞാൻ പറഞ്ഞു 330. നമുക്കൊരു 8 കൊടുക്കാം. 8 to 9 കൊടുക്കാം, കാരണം പ്ലം കേക്കിന്റെ അതേ രുചിയുണ്ട്. 9 കാരണം ഇനി ഒന്നുകൂടെ ഉള്ളു കൂടെ. നമ്മളെ ലാസ്റ്റ് പ്ലം കേക്ക്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10ാമത്തെ പ്ലം കേക്ക്, ഏഷ്യൻ ഫൈൻ പ്ലം കേക്ക്. ചെറിയ പാക്കറ്റ് കേട്ടോ. 200 ഗ്രാം. 200 ഗ്രാമിന് 90 രൂപ. നമ്മളെ വാങ്ങിച്ചതിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ പ്ലം കേക്ക്. അതുകൊണ്ട് തന്നെ ബർഗർ പോലെ കഴിക്കാം, കട്ട് ചെയ്യണ്ട. യൂണിബിക്കിന്റെ 120 ഗ്രാം കണ്ടേ ഉള്ളായിരുന്നു. ഇത് 200 ഉണ്ടല്ലേ? പാക്കിംഗ് ജസ്റ്റ് ഈ ഒരു കവറിനകത്ത് പ്ലം കേക്ക് എടുത്തിട്ടേക്കുന്നു. വേറെന്തോ വേണോ ഇനി?
കവറിനകത്ത് മുകളിൽ റബ്ബർ ഇട്ട് വെച്ചാലോ? ഫാൻ ബർഗർ തിന്നുന്നവർ തിന്നെ. ഓക്കെയാണ്. ഈ വിലക്കുള്ളതുണ്ട്, ഈ വിലക്കുള്ളതേ ഉള്ളൂ ആയതുകൊണ്ട്. അപ്പൊ ഗായ്സ്, നമ്മുടെ ഈ പ്ലം കേക്ക് ചലഞ്ചിലെ വിന്നർ എന്ന് പറയുന്നത് അവനെ എടുക്കൂ, നായകനെ എടുക്കൂ. എവനാണ് വിന്നർ. എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ, എന്നാൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വെറും 120 രൂപയേ ഉള്ളൂ. എത്ര ഗ്രാം? 330 ഗ്രാം ഉണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കമ്പനി ഏതാണ്ട് പോലും നമുക്ക് അറിയത്തില്ല. ഇതാണ് നമ്മുടെ വിന്നർ. പക്ഷെ നമ്മുടെ വിന്നർ ഇവനാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അപ്പം എല്ലാവരും അടിച്ചു പൊളിച്ച് ഈ ഒരു ക്രിസ്മസ് പുതിയ വർഷം അടിച്ചു പൊളിക്കൂ. അപ്പം നമ്മളുടെയും ഇനി വരുന്ന വർഷം അടിപൊളിയാവട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കുക, നമ്മളും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള റെഡിയാണ് വരെ. ഗൈസ്, അമ്പൂട്ടന് കുറച്ച് പ്ലം കേക്ക് കൊടുത്തതാണ് മൃദുല. ആരുടെ ഇങ്ങനെ ഈ കോലമാക്കിയിട്ടിരിക്കണ? മാത്രമല്ല, ഇവിടെ മൊത്തം ഉണ്ട്. മൊത്തം ക്ലീൻ ചെയ്ത് ചെറുക്കും ആക്കിയിട്ടിരിക്കുന്ന പ്ലം കേക്ക്. പിടിയിടാവനെ ആരുടെ അവിടെ ഞാൻ ഓടിക്കണം.